നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ കുറെ നടന്മാരുടെ ഞാൻ പറഞ്ഞു കേട്ടല്ലേ, കുറെ നടന്മാരുടെ നമ്മളെ വ്യത്യസ്തമായ മുഖങ്ങൾ, നമ്മുടെ അന്യൻ അമ്പി എന്നൊക്കെ പറഞ്ഞത് അതുപോലെ വ്യത്യസ്തമായ കുറെ മുഖങ്ങൾ നമ്മൾ കണ്ടു കേട്ടല്ലേ. അപ്പൊ കൂടുതൽ തെളിവും കാര്യങ്ങളൊക്കെ കിട്ടി നമ്മുടെ നടൻ സിദ്ദിഖിനെതിരെയാണ്. എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ കുറെ ചാറ്റ് കാര്യങ്ങൾ, പിന്നെ എന്താ വെച്ചാൽ ഹോട്ടലിൽ താമസിച്ച ആ ഒരു രജിസ്റ്ററിലുള്ള ബുക്കിൽ പേരും കാര്യങ്ങളൊക്കെ വന്നു കേട്ടല്ലേ. ഇപ്പൊ നടൻ സിദ്ദിഖിനെ തന്നെ നിർണായക തെളിവുകളിലട്ടെ, നിർണായക തെളിവുകളുമായിട്ട് വന്നിരിക്കാനുള്ള കുറെ ന്യൂസ് ചാനൽ ഞാൻ കാര്യങ്ങളൊക്കെ കണ്ടു. എന്താ വെച്ചാൽ നിർണായക തെളിവ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ തെളിവ് കാണുന്നില്ലട്ടല്ല. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നടി ആ ഹോട്ടൽ മുറിയിൽ താമസിച്ച ശേഷം ചികിത്സ തേടിയതിനുള്ള തെളിവും കാര്യങ്ങളൊക്കെ കിട്ടിയെന്ന് പറയുന്നുണ്ട്, നിർണായക തെളിവ്. പക്ഷെ അത് കാണിക്കണില്ല. പോലീസുകാർക്ക് കിട്ടിയ ആ ഒരു സ്പെഷ്യൽ സ്ക്വാഡിനെ, അന്വേഷിക്കാൻ പോയ സ്പെഷ്യൽ സ്ക്വാഡിനെ കിട്ടിയിരുന്നെന്നാണ് കേട്ടത്. മനസ്സിലായില്ല. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ആ സംഭവം നടന്നതിന് ശേഷം, ഹോട്ടൽ മുറി വെച്ച് സംഭവം നടന്നതിന് ശേഷം ആ കുട്ടി നേരെ ഡോക്ടറിനെ കാണാൻ പോയതിന്റെ അങ്ങനത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടിയെന്നാണ് പറയുന്നത്. അപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി നമ്മുടെ ന്യൂസിൽ വന്നിട്ടുണ്ട്. 24 ന്യൂസിലാണ് വന്നിരിക്കുന്നത്. വേറെ എല്ലാ ന്യൂസ് ചാനലും ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിർണായക തെളിവെന്നാണ് പറയുന്നത് കേട്ടില്ല. അപ്പോൾ നമ്മൾ എന്തായാലും നോക്കണമല്ലോ. ഞാൻ ന്യൂസ് പ്ലേ ചെയ്യാം, എന്നിട്ട് ബൈക്ക് പറയാം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മലയാള സിനിമയെ ആകെ ഞെട്ടിച്ചൊരു സംഭവം അല്ലെങ്കിൽ ഒരു ആരോപണമായിരുന്നു യുവനടി നടൻ സിദ്ദീഖിനെതിരായി ഇത്തരത്തിലൊരു വലിയ ഗുരുതരമായ ലൈംഗികാരോപണം ഉന്നയിച്ചത്. അതിന് പിന്നാലെയാണ് പോലീസ് ഇക്കാര്യത്തിലൊരു അന്വേഷണം ആരംഭിക്കുകയും ആദ്യഘട്ടത്തിൽ തന്നെ ഈ യുവനടിയുടെ മൊഴിപ്രകാരമുള്ള ചില പ്രാഥമികമായ കണ്ടെത്തലുകൾ, പ്രാഥമികമായ ചില തെളിവുകൾ തിരുവനന്തപുരത്തെ ഹോട്ടലിൽ നിന്ന് ലഭിച്ചിരുന്നു. അതിന് പിന്നാലെ പോലീസ് ഈ വിഷയത്തിൽ കഴിഞ്ഞ 1.5 മാസമായി അന്വേഷണം നടത്തി വരികയായിരുന്നു. 2016 ഈ സംഭവം നടന്നതെന്നാണ് യുവനടി പോലീസിന് നൽകിയ മൊഴി. അതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ അങ്ങനെ ഒരു സംഭവം അല്ലെങ്കിൽ ഈ ഹോട്ടലിൽ സിദ്ദീഖ് ഉണ്ടായിരുന്നു എന്നുള്ളത് നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. ഇപ്പോൾ നിലവിൽ പുറത്തു വരുന്ന വിവരപ്രകാരം ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില നിർണായകമായ തെളിവുകൾ പോലീസിന് ലഭിച്ചു എന്നുള്ളതാണ്. ഈ സംഭവത്തിന് ശേഷം നടി മാനസികമായി വളരെയധികം തകർന്നിരുന്നു. ഈ ആത്മഹത്യാ പ്രേരണ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് കൊച്ചിയിലെത്തി അതിൽ ചികിത്സ നേടിയതിനുള്ള തെളിവടക്കം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഒപ്പം ചില സ്വതന്ത്രമായ ചില സാക്ഷിമൊഴികളും ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുണ്ടെന്നുള്ളതാണ് പോലീസ് അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും സിദ്ദീഖിന്റെ മുൻകൂർ ജാമ്യ ഹർജിയിൽ കോടതി വിധി പറയാനിരിക്കുകയാണ്. അതിന് പിന്നാലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളും അതുപോലെ തന്നെ കുറ്റപത്രവും സമർപ്പിക്കാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം. SK അപ്പോൾ അതാണ് കേട്ടല്ലോ, മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചിരുന്നു. അത് കിട്ടുന്നതിന് മുമ്പ് തന്നെ നിർണായക തെളിവുകളൊക്കെ കിട്ടിയ സ്ഥിതിക്ക് സിദ്ദീഖ് പിന്നെയും ഏകദേശം കുട്ടിക്കാൻ ചാൻസ് ഉണ്ട് ഇല്ലാട്ടല്ലേ. എന്താ വെച്ചാൽ തെളിവുകൾ പിന്നെയും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ല. ഇത് 2016 നടന്ന സംഭവമാണ് ഇല്ലാട്ടല്ലേ. അതിനുശേഷം പിന്നെ കുറെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ലാസ്റ്റ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോഴാണ് പുറത്ത് വന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ നടിയൊക്കെ വന്നിട്ട് പുറത്ത് വന്നത് എന്താ വെച്ചാൽ ഇങ്ങനെ സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വന്നത്. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും കേട്ടല്ലോ, ഒരാൾ വന്ന് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ പോയിട്ടില്ലെങ്കിൽ പറയുകയാണെങ്കിൽ വേറെ ആരെങ്കിലും പോയി പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് ഇല്ലട്ടല്ലേ. ആരായാലും വിശ്വസിക്കുന്നില്ല അത്ര പെട്ടെന്ന്. പിന്നെന്താണ്, പിന്നെ തെളിവും കാര്യങ്ങളൊക്കെ കിട്ടി. എന്ന് വെച്ചാൽ ഹോട്ടലിൽ താമസിച്ചതും ഹോട്ടൽ മുറിയിൽ രജിസ്റ്ററിൽ ഇവരുടെ പേരും കാര്യങ്ങളൊക്കെ കിട്ടി. മനസ്സിലായി. അപ്പോൾ ഏകദേശം ഒരു തെളിവ് കിട്ടി. പിന്നെ ഇപ്പൊ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷം ആ സംഭവം നടന്ന ശേഷം ആ കുട്ടി വന്നൊരു മാനസിക സമ്മർദ്ദത്തിലൊക്കെ ഏർപ്പെട്ടിരിക്കാനില്ലട്ടല്ലോ. അതിനുശേഷം ഡോക്ടറെയൊക്കെ കൺസൾട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ തെളിവുകളും കാര്യങ്ങളും നമ്മുടെ സ്പെഷ്യൽ സ്ക്വാഡിന് കിട്ടിയിട്ടുണ്ടെന്ന് കേട്ടതില്ലട്ടല്ലേ. അപ്പൊ വൈകാതെ തന്നെ കൂടുതൽ കേസിന്റെ സാധനങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെയും കുട്ടികളുടെ ചാൻസ് കൂടത്തേ ഉള്ളൂ. നമുക്ക് നോക്കാൻ കേട്ടാൽ എന്താ വെച്ചാൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ശേഷം കുറേ നടന്മാരുടെ കുറേ ആൾക്കാരുടെയൊക്കെ മുഖങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോവുകയാണെങ്കിൽ മലയാള ഫിലിം ഇൻഡസ്ട്രി ഇവർ ഈ ഒരു കാറ്റഗറൈസ് ചെയ്ത് വന്ന ടീമുകളൊക്കെ മൊത്തത്തിൽ ഇല്ലാതാവും. എന്താ വെച്ചാൽ ഇപ്പൊ തന്നെ ആൾക്കാർ കുറച്ച് പേർക്ക് ഇവരുടെ പടം കാണില്ല, ഞങ്ങൾ അങ്ങനെയാണ്, ഇവരുടെ പടം കാണാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു തരുന്നുണ്ട്. സ്വാഭാവികമായിട്ടല്ല. എന്താ വെച്ചാൽ നമ്മൾ ഓരോരാളുടെ മുഖം നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവത്ത് ഇയാൾ ഇങ്ങനെ ആയിരുന്നു എന്ന് തോന്നിപ്പോകുമ്പോൾ ആർക്കാരും തോന്നും ഇതിൻ്റെയൊക്കെ എന്താണ് ഈ പടം കാണുന്നത്. അതേ സംഭവത്തിനാണ് ഇല്ലടല്ലേ. അപ്പോൾ നടൻ സിദ്ദീഖിനെതിരെ നിർണായക തെളിവ് കിട്ടിയിട്ടുണ്ടെന്ന് കേട്ടതില്ലടല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. ബാക്കി കൂടുതൽ തെളിവ് കിട്ടുമ്പോൾ നമുക്ക് വരാനില്ലടല്ലേ. ഉപ്പ് തിന്നവൻ എന്തായാലും വെള്ളം കുടിക്കില്ല, ഉറപ്പാണ്. എന്ന് വെച്ചാൽ നമ്മൾ കർമ്മ എന്നൊരു സംഭവം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായി അതിനുള്ള കിട്ടും. അത് ഞാൻ മുമ്പേ പറഞ്ഞു. എന്താ വെച്ചാൽ നമ്മൾ എന്ത് കൊടുക്കുന്നു അതിന് നമുക്ക് തിരിച്ചു കിട്ടും, ഉറപ്പാണ്. അപ്പോൾ അത്രയുള്ള ഇല്ലടല്ലേ. ബാക്കി വിവരങ്ങൾ വരുമ്പോൾ നമുക്ക് വരാം. അപ്പോൾ